ലോകമെമ്പാടും ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ ഇന്ത്യയുടെ അടുക്കളകളെയും അതുപോലെ പോക്കറ്റിനെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അസ്വസ്ഥതകളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയും. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇന്നൊരു കനത്ത പരീക്ഷണത്തെ നേരിടുകയാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളങ്ങൾക്കിടയിൽ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നട്ടെല്ല് ഹോർമുസ് കടലിടുക്ക് വീണ്ടും പുകയുകയാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും പകുതിയോളം വരുന്നത് ഈ ഇടുങ്ങിയ കടൽപാത വഴിയാണ്. അവിടെ ഒരു ചെറിയ തടസ്സമുണ്ടായാൽ പോലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഇളകും. ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയങ്ങളും റഷ്യൻ എണ്ണയ്ക്കുമേലുള്ള കർശന നിയന്ത്രണങ്ങളും ഇന്ത്യയെ വല്ലാത്തൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്താണ് ശരിക്കും ഹോർമുസിൽ സംഭവിക്കുന്നത്? ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റി അപകടത്തിലാണോ? നോക്കാം. ആദ്യം നമുക്ക് ഈ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ഒന്ന് നോക്കാം. പേർഷ്യൻ ഗൾഫിനും ഒമാൻ കടലിടുക്കിനും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ ഒരു പാതയാണിത്. ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 20% കടന്നു പോകുന്നത് ഈ വഴിയിലാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾക്ക് ഈ ഒരു പാതയല്ലാതെ വേറെ എളുപ്പവഴികളില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഫെബ്രുവരിയിലെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഈ കണക്കുകൾ പ്രകാരം ഇപ്പോൾ പ്രതിദിനം 26 ലക്ഷം ബാരൽ എണ്ണയാണ് ഹോർമുസ് വഴി ഇന്ത്യയിലേക്ക് വരുന്നത്. അതേസമയം കഴിഞ്ഞ വർഷം ഇത് 20 ലക്ഷം മാത്രമായിരുന്നു. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ആശ്രിതത്വം കുത്തനെ കൂടിയിരിക്കുന്നു എന്നാണ്. ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ആശ്വാസവുമായിരുന്നു. എന്നാൽ 2026 അതായത് അമേരിക്കയിൽ ഭരണം മാറിയ ശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞുവെന്ന് വേണം പറയാൻ. റഷ്യൻ കമ്പനികളായ റോസ്നെഫ്റ്റ്, ലൂക്കോ എന്നിവയ്ക്ക് മേൽ അമേരിക്ക കടുത്ത സാങ്ഷൻസ് ഏർപ്പെടുത്തി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെട്ടതോടെ നമ്മൾ വീണ്ടും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ നിർബന്ധിതരായി. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 50% ഇപ്പം ഹോർമുസ് കടലിടുക്ക് വഴി വരുന്നു. ഇതൊരു വലിയ അപകട സാധ്യതയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ കരാർ തർക്കം മുറുകുകയാണ്. ഇറാൻ പലപ്പോഴും ഭീഷണിപ്പെടുത്താറുള്ളത് ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ലോകം കണ്ട ഏറ്റവും വലിയ എണ്ണക്ഷാമമായിരിക്കും അത്. ഇന്ത്യക്ക് എണ്ണ എത്തിക്കാൻ സൗദി വഴി പൈപ്പ് ലൈനുകൾ ഉണ്ടെങ്കിലും അവയുടെ കപ്പാസിറ്റി വളരെ പരിമിതമാണ്. ഒരു വലിയ പ്രതിസന്ധി വന്നാൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഈ ബദൽ മാർഗങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ലെന്ന് ഇക്കണോമിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് SPR അഥവാ തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരത്തിന്റെ പ്രസക്തി വരുന്നത്. നിലവിൽ 5.3 ദശലക്ഷം അതായത് 53 ലക്ഷം ടൺ എണ്ണ സൂക്ഷിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ഇത് ഏകദേശം 74 ദിവസത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയാകും. എന്നാൽ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം ഇത് 90 ദിവസമെങ്കിലും ആയിരിക്കണമെന്നാണ്. ചണ്ഡീഗഡ്, പാദൂർ എന്നിവിടങ്ങളിൽ പുതിയ സംഭരണശാലകൾ പണിയാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നത് ഇന്ത്യക്ക് വലിയ തലവേദന തന്നെയാണ്. നിലവിൽ ബാരലിന് $71 എന്ന നിരക്കിലാണ് എണ്ണവില. ഹോർമുസിൽ ഒരു വെടിയൊച്ച കേട്ടാൽ പോലും ഇത് $100 കടക്കും. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ പെട്രോൾ വില 120-130 രൂപ എന്ന നിരക്കിലേക്ക് കുതിച്ചുയരാം. നമ്മൾ എണ്ണ വാങ്ങുക മാത്രമല്ല ചെയ്യുന്നത്, ശുദ്ധീകരിച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഹബ്ബാണ് ഇന്ത്യ. ഈ ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലേക്കും പശ്ചിമേഷ്യയിലേക്കും അയക്കുന്നതും ഇതേ ഹോർമുസ് പാതയിലൂടെയാണ്. കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ചരക്കുകൂലി വർദ്ധിക്കും, ഇൻഷുറൻസ് തുക കുതിച്ചുയരും. ഇത് ആത്യന്തികമായി ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നതിനും വ്യാപാര കമ്മി വർദ്ധിക്കുന്നതിനും കാരണമാകും. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അരിക്കും പച്ചക്കറിക്കും ഉൾപ്പെടെ വില കൂടും എന്നർത്ഥം. ഇനി ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യക്ക് മുന്നിൽ എന്തൊക്കെ വഴികളാണുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി ഊർജ്ജ വൈവിധ്യവൽക്കരണം. നൈജീരിയ, ബ്രസീൽ, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ എത്തിക്കുക. എന്നാൽ ഇതിന് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടും. ഇനി രണ്ടാമത്തേത് നയതന്ത്രം. അതായത് റഷ്യയുമായും അമേരിക്കയുമായും ഒരേ സമയം ചർച്ചകൾ നടത്തി ബാലൻസിംഗ് ആക്ട് തുടരുക. മൂന്നാമത്തേത് പുനരുപയോഗ ഊർജ്ജം, റിന്യൂവബിൾ എനർജി. സോളാർ, കാറ്റ്, ഗ്രീൻ ഹൈഡ്രജൻ എന്നിവയിലേക്ക് രാജ്യം എത്രയും വേഗം മാറണം. എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാതെ നമുക്ക് പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കില്ല. ചുരുക്കത്തിൽ ഹോർമുസ് കടലിടുക്കിലെ ഓരോ അലയൊലികളും ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തെ ബാധിക്കുന്നു. ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ ഇന്ത്യയുടെ ഊർജ്ജ മേഖലയെ ഒരു വല്ലാത്ത സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ഒരു മേഖലയെ മാത്രം എണ്ണയ്ക്കായി ആശ്രയിക്കുന്നത് എത്രത്തോളം അപകടകരമാണ് എന്ന് ഈ 2026 സാഹചര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വരും മാസങ്ങളിൽ ഇന്ത്യ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ തന്നെ നിശ്ചയിക്കും. അവസാനമായി ഒരു കാര്യം കൂടി, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു പാഠമാണ്. യുദ്ധങ്ങൾ പലപ്പോഴും മുൻകൂട്ടി പ്രഖ്യാപിക്കപ്പെട്ടവയാകില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇന്ന് കാണുന്ന ഈ നിശബ്ദത ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ളതാണോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു.
നമ്മുടെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടർ മുതൽ ഓഫീസിലേക്ക് ഉള്ള യാത്രയിലെ ഇന്ധനം വരെ നിശ്ചയിക്കുന്നത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ഈ ഇടുങ്ങിയ കടൽപാതയാണ്. അവിടെ വീഴുന്ന ഓരോ തീപ്പൊരിയും പടരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടത്തിലേക്കായിരിക്കും. നയതന്ത്രത്തിന്റെ ചാണക്യ തന്ത്രങ്ങൾ കൊണ്ട് ഇന്ത്യ ഈ കടമ്പ കടക്കുമോ, അതോ ആഗോള എണ്ണ വിപണിയിലെ ഈ ഒരു ചെക്ക്മേറ്റിൽ നമ്മൾ വീണുപോകുമോ? വരും ദിവസങ്ങൾ അത് പറയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.